പ്രിയപ്പെട്ടവരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയുടെ പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ നല്ല ഇടയന് വേണ്ട സവിശേഷതകൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4 സവിശേഷതകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഒന്നാമതായി, ഒരു നല്ല ഇടയൻ ആടുകളെ പേരു ചൊല്ലി വിളിക്കുന്നവനാകണമെന്നും, രണ്ടാമതായി ഒരു നല്ല ഇടയൻ വാതിലിലൂടെ പ്രവേശിക്കുന്നവനാകണമെന്നും, മൂന്നാമതായി ഒരു നല്ല ഇടയൻ ആടുകൾക്ക് മുൻപേ നടക്കുന്നവനാകണമെന്നും, നാലാമതായി ഒരു നല്ല ഇടയൻ ആടുകളെ അറിഞ്ഞു സേവിക്കുന്നവനാകണമെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ക്ലാസ്സിൽ ബാക്കിയുള്ള നല്ല ഇടയൻ്റെ സവിശേഷത ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പഠന വിധേയമാക്കുന്നത്. അഞ്ചാമത്തെ നല്ല ഇടയൻ്റെ സവിശേഷത നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് പോലെ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നവൻ എന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം തിരുവചനമാണ് ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന ഇടയനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വചനഭാഗം. ആ വചനം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ബൈബിള് കരുതിയിട്ടുള്ളവർ കൈകളിലെടുത്ത് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വചനം നോക്കുക. ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്നു. എത്ര ക്യൂട്ടായിട്ടുള്ള ഒരു വചനഭാഗമാണ് അത് എന്ന് നിങ്ങൾക്ക് അത് വായിച്ചപ്പോൾ മനസ്സിലായി കാണുമല്ലോ. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നവനാണ് എന്ന് അസന്നിഗ്ധമായി 10-ാം അധ്യായത്തിൻ്റെ 11-ാം തിരുവചനത്തിലൂടെ അരുളി ചെയ്യുന്ന കർത്താവ്, ഒരാൾ നല്ല ഇടയനാകുന്നത് സ്വന്തം ജനത്തിനു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിലൂടെയാണെന്നും, ജീവൻ കൊടുക്കാൻ തക്ക വിധം കൂടെയുള്ളവരെ സ്നേഹിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ഈ തിരുവചനത്തിലൂടെ 4-ാം സുവിശേഷകൻ ചെയ്യുന്നത്. സഹോദരങ്ങളെ, നല്ല ഇടയനായി ഈശോ ജീവൻ അർപ്പിച്ചുകൊണ്ട് തൻ്റെ ആടുകളെ സ്നേഹിച്ചു. അതാണ് യോഹന്നാൻ 15-ാം അധ്യായത്തിൻ്റെ 13-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വചനം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ 15-ാം അധ്യായത്തിൻ്റെ 13-ാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഒരുവൻ തൻ്റെ സ്നേഹിതർക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ശ്രദ്ധിച്ചോ? ഒരുവൻ സ്വന്തം സ്നേഹിതർക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്ന് പറയുമ്പോൾ ആടുകളെ സ്വന്തമായി കരുതിക്കൊണ്ടാണ് ജീവൻ അർപ്പിച്ച് അവയെ സ്നേഹിക്കേണ്ടത് എന്ന് യേശു കർത്താവിൻ്റെ വാക്കുകളിലൂടെ യോഹന്നാൻ സുവിശേഷകൻ കേവലം വിശ്വാസികളായ നമുക്ക് മാത്രമല്ല, പൊതുസമൂഹത്തിന് മുഴുവനായും നൽകുന്ന സന്ദേശം ഇതാണ്: സ്വന്തം ജനത്തിനു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഈശോ ഇത് പറയുക മാത്രമല്ലല്ലോ ചെയ്തേ, ജീവിതത്തിൽ അന്വർത്ഥമാകും വിധം ചെയ്തു കാണിച്ചവനാണ് അവിടുന്ന്, അല്ലേ? കാൽവരി കുരിശിൽ അവസാനത്തുള്ളി രക്തം പോലും ചിന്തിക്കൊണ്ട് യേശു കർത്താവ് തന്നെ താൻ സ്നേഹിക്കുന്ന ജനത്തിനു വേണ്ടിയിട്ട് പിടഞ്ഞു മരിച്ചു എന്നതിലൂടെയാണ് അവൻ തൻ്റെ സ്നേഹം ലോകത്തിന് വെളിപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, ഇടയനടുത്ത സ്നേഹത്തിനു ചേരാത്ത സ്നേഹം കൂലിക്കാരൻ്റേതാണ്. അതാണ് അതിനകത്തൊരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഇടയനടുത്ത സ്നേഹം നിനക്ക് ആടുകളോടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നീ കേവലം ഒരു കൂലിക്കാരനെ പോലെയാണ് ആടുകളെ നോക്കുന്നത്, ശുശ്രൂഷിക്കുന്നത് എന്ന കാരണത്താലാണ്. കാരണം എന്താണെന്നറിയാവോ? കൂലിക്കാരൻ അപകടസന്ധിയിൽ ഓടിപ്പോകുന്നു. അതിൻ്റെ കാരണം എന്താ? അയാൾ ആടുകളെ സ്വന്തമായി കരുതുന്നില്ല എന്നുള്ളതാണ് കാരണം. അതിനെക്കുറിച്ചാണല്ലോ യോഹന്നാൻ 10-ാം അധ്യായത്തിൻ്റെ
12, 13 വാക്യങ്ങളിൽ മനോഹരമായി വിവരിച്ചിരിക്കുന്നുണ്ടല്ലോ. 12, 13 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ചോടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി ചിന്തയില്ലാത്തവനായതുകൊണ്ടുമാണ്. കൃത്യമല്ലേ? വചനം വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മപ്പെടുത്താണ്. ഒരാൾ ഇടയനടുത്ത സ്നേഹം ആടുകളോട് കാണിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം അവൻ കൂലിക്കാരൻ്റേതായ സ്നേഹം മാത്രമേ ആടുകളോട് കാണിക്കുന്നുള്ളൂ എന്നതാണ്. അതും സ്നേഹമാണ് കേട്ടോ, അല്ലെന്ന് പറയാൻ പറ്റിയല്ല. പക്ഷേ ദ ഇൻറ്റൻസിറ്റി ഓഫ് ലവ് മാറ്റേഴ്സ്. ഞാൻ എൻ്റേതെന്ന് കരുതി സ്നേഹിക്കുന്നതും ആർക്കാണോ വേണ്ടി ഓക്കാനിക്കുന്നത് പോലെ എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, അപ്രകാരം ഗത്യന്തരമില്ലാത്തതുകൊണ്ട് കൂലിക്ക് വേണ്ടി സ്നേഹിക്കേണ്ടി വരിക. അപ്രകാരം സ്നേഹിക്കുന്നവൻ ആടുകൾ സ്വന്തമാണ് എന്ന ചിന്തയില്ലാത്തവനാണ് എന്ന് വചനം വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ വാക്യങ്ങളിലൂടെ. അതുകൊണ്ട് തന്നെയും നല്ല ഇടയനായ ഈശോയുടെ സ്നേഹം അജഗണങ്ങൾക്ക് അനുഭവവേദ്യമാക്കുവാൻ പോരുന്ന അജപാലന സ്നേഹമാണ് അജപാലകർക്കുണ്ടായിരിക്കേണ്ടത് എന്ന് ഈ വചനഭാഗം നമുക്ക് നൽകുന്ന സാരാംശം. ഈ സാരോപദേശം സ്വീകരിക്കുമ്പോഴാണ് സഹോദരങ്ങളെ മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകുന്ന തരത്തിൽ അവരെ സ്നേഹിക്കുന്ന വ്യക്തികളാകണമെന്നുള്ള ഈശോയുടെ ആഗ്രഹം ഓരോ ഇടയനും പൂർത്തിയാക്കുന്നത്. അജഗണങ്ങളുടെ സുഖദുഃഖങ്ങളിൽ അവരോടൊത്തായിരിക്കാനും അവയെ വേണ്ട വിധത്തിൽ നേരിടാനും അവരെ സഹായിക്കാനും അജപാലകർക്ക് കഴിയണമെന്നുള്ളതാണ് വസ്തുത. ഓരോ വ്യക്തിയുടെയും ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് അവരോട് പെരുമാറാൻ സാധിക്കുക. സെൻസിറ്റിവിറ്റി എന്ന് വിളിക്കും നമ്മൾ ഇംഗ്ലീഷിൽ. ഖലീൽ ജിബ്രാൻ്റെ മനോഹരമായ ഒരു താത്വിക അവലോകനത്തിൽ വായിച്ചത് ഓർക്കുകയാണ്. സഞ്ചാരിയായ ഒരു മനുഷ്യൻ, പ്രവാചകൻ എന്ന അദ്ദേഹത്തിൻ്റെ നോവലിലാണ്, സഞ്ചാരിയായ മനുഷ്യൻ ഒരു മലഞ്ചെരുവിലൂടെ നടന്നു പോകുമ്പോൾ ആ നാട്ടുകാരനായ ഒരു മനുഷ്യനെ കണ്ട് അദ്ദേഹവുമായി കുശലപ്രശ്നങ്ങൾ നടത്തുന്നു. അപ്പോൾ ആ നാട്ടുകാരൻ ഈ വഴിപോക്കനോട് പറയുന്നുണ്ട്, ഈ മലയുടെ മുകളിൽ വിശുദ്ധനായ ഒരു സന്യാസി ജീവിച്ചിരിപ്പുണ്ട്. വഴിപോക്കനായ മനുഷ്യൻ ആ നാട്ടുകാരനോട് പറയുന്നുണ്ട്, മലയുടെ മുകളിൽ ജീവിച്ചിരിക്കുന്നയാൾ വിശുദ്ധനാണോ അല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ അദ്ദേഹം മലമുകളിൽ നിന്നും താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ സഹോദരി മരിക്കുമ്പോൾ എന്നോടൊപ്പം വിലപിക്കുകയും എൻ്റെ കുടുംബത്തിനോട് സന്തോഷമുണ്ടാകുമ്പോൾ എന്നോടൊപ്പം നൃത്തം ചെയ്യുകയുമാണെങ്കിൽ അയാൾ ഒരു വിശുദ്ധനായ സന്യാസിയാണെന്ന് ഞാൻ പറയും. സുഖദുഃഖങ്ങൾ അറിഞ്ഞ് മറ്റുള്ളവരോട് ചേരുന്നവരാരോ അവരാണ് നല്ല ഇടയൻ എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഖലീൽ ജിബ്രാൻ പ്രവാചകൻ എന്ന ഈ നോവലിലൂടെ സംവേദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഈശോ പറയാണ്, സ്വന്തം ജനത്തിനു വേണ്ടി ഇടയൻ ജീവൻ അർപ്പിക്കാൻ പോലും മനസ്സുള്ളവനാകണം. അവരുടെ സുഖദുഃഖങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവരെ അതനുസരിച്ച് സ്നേഹിക്കാൻ, കരുതാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മളെ ഇടയ ദൗത്യത്തിൽ വ്യത്യസ്തരാക്കേണ്ടത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. സഹോദരങ്ങളെ, വേണ്ട വിധത്തിൽ സ്നേഹിക്കാനും സഹായിക്കാനും സാധിക്കുന്ന അജപാലകനാകുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം എന്ന് തിരിച്ചറിയുക. നമ്മൾ 6ാമത്തെ നല്ല ഇടയൻ്റെ സവിശേഷതയിലേക്ക് കടക്കുകയാണ്. ആടുകളെ സ്വന്തമായി കരുതുന്നവനാകണം നല്ല ഇടയൻ എന്ന് സ്ക്രീനിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി 6ാമത്തെ പോയിന്റ് കാണാൻ സാധിക്കും. ആടുകളെ സ്വന്തമായി കരുതുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? യോഹന്നാൻ 10-ാം അധ്യായത്തിൻ്റെ 12, 13 വാക്യങ്ങളിൽ നമ്മൾ മുൻപ് വായിച്ചു കേട്ടതാണ്. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്കായി ആ വചനങ്ങൾ ആവർത്തിക്കുകയാണ്. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ചോടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും
ആടുകളെപ്പറ്റി ചിന്തയില്ലാത്തതുകൊണ്ടുമാണ്. ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സ്വന്തമായി കരുതി സ്നേഹിക്കണം എന്നുള്ളതാണ്. കൂലിക്കാരനും ഇടയനും തമ്മിലുള്ള വ്യത്യാസം അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെ നല്ല ഇടയനെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കൂലിക്കാരൻ കൂലിക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ ഇടയൻ ആടുകളോടുള്ള സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവയ്ക്കു വേണ്ടി ജീവിക്കുന്നവനാണ്. ഒന്ന് തൊഴിലാണെങ്കിൽ മറ്റൊരു ജീവിതമാണ്. ചിലരെങ്കിലുമൊക്കെ സംശയിക്കാറുണ്ട്, ഈ പൗരോഹിത്യം എന്നുള്ളത് ഒരു പ്രൊഫഷനല്ലേ, ഒരു തൊഴിലല്ലേ ഇത്? അവരോട് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. എൻ്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് എനിക്കൊരു തൊഴിലല്ല, മറിച്ച് ഇതെൻ്റെ ജീവിതമാണ്. ഞാനൊരു മുഴുവൻ സമയം വൈദികനാണ് എന്ന കാരണത്താൽ റൗണ്ട് ദ ക്ലോക്ക് 24/7 എന്നൊക്കെ വിളിക്കും. എപ്പോഴാണെങ്കിലും ഞാനൊരു വൈദികനാണെന്ന ബോധ്യത്തോടുകൂടെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി എന്നെ തന്നെയും ഒഴിഞ്ഞു വെച്ചതാണ് കർത്താവിന് കൊടുത്തതാ. ഞാൻ എൻ്റെ കർത്താവിനായി സമർപ്പിച്ചത് ദൈവജനത്തിനു വേണ്ടിയുള്ള സേവനത്തിന് മുഴുവൻ സമയം ഞാൻ സംലഭ്യനാകണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ്, ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ, തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ശിഷ്യരോടുള്ള ഈശോയുടെ സ്നേഹം യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത് എന്നതും ഇവിടെ പ്രസ്താവ്യമാണ്. 13-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം തിരുവചനത്തിൽ യോഹന്നാൻ സുവിശേഷകൻ അപ്രകാരം ഒരു വചനം എഴുതി വച്ചിട്ടുണ്ട്. യോഹന്നാൻ 13-ാം അധ്യായം 1-ാം തിരുവചനത്തിലാണ് നമ്മൾ ആ വചനം കാണുക. പെസഹ തിരുനാളിനു മുമ്പ് തന്നെ യേശു ഈ ലോകത്തിൽ നിന്ന് പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ള അവൻ്റെ മണിക്കൂർ വന്നു എന്നറിഞ്ഞു. ലോകത്തിൽ സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ അവരെ സ്നേഹിച്ചു. ലോകത്തിൽ സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ അവരെ സ്നേഹിച്ചു എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഈശോ ശിഷ്യരെ സ്നേഹിച്ചതുപോലെ അജപാലകരും അജഗണങ്ങളെ സ്നേഹിക്കണമെന്ന് വ്യക്തമാക്കുകയാണ് ഈ വചനങ്ങളിലൂടെ യോഹന്നാൻ സുവിശേഷകൻ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ആടുകളെ സ്വന്തമായി കരുതി സ്നേഹിക്കാൻ സാധിക്കുകയെന്നുള്ളതാണ് നല്ല ഇടയൻ്റെ 6-ാമത്തെ ലക്ഷണമെന്ന് പറയുക. 7-ാമത്തെ ലക്ഷണത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി കാണുന്നത്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്പർ 7, ആടുകളെ അറിയുന്നവനാണ് നല്ല ഇടയൻ. ആടുകളെ അറിയുന്നവനാണ് നല്ല ഇടയൻ എന്ന് പറയുമ്പോൾ 14-15 വാക്യങ്ങളിലൂടെ യോഹന്നാൻ സുവിശേഷകൻ അതിൻ്റെ അർത്ഥം വ്യക്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ വചനം ഇങ്ങനെയാണ്: ഞാൻ നല്ല ഇടയനാണ്, ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവൻ അർപ്പിക്കുന്നു. ഞാൻ ആടുകളെ അറിയുന്നു, അതുകൊണ്ട് അവയെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് അവയ്ക്ക് വേണ്ടി എൻ്റെ ജീവൻ അർപ്പിക്കുന്നു എന്നതാണ് ഇവിടെ യേശു കർത്താവിൻ്റെ വാക്കുകളായി യോഹന്നാൻ സുവിശേഷകൻ എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത്. അറിയുക എന്നതുകൊണ്ട് സ്നേഹിക്കുക, ഐക്യത്തിലാവുക എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. ഒരാളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ അറിയേണ്ടത്. പരസ്പര സ്നേഹത്തിലും അറിവിലും കൂട്ടായ്മയിലുമുള്ള ബന്ധമാണ് സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത്. ഇപ്രകാരം ഒരു ബന്ധം വളർത്തുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം. ഇത് വെറും മാനുഷികമായ ഒരു ബന്ധമല്ല, ദൈവീകമായ ബന്ധമാണ്. പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹബന്ധത്തോടാണ് ഈ ബന്ധത്തെ യോഹന്നാൻ സുവിശേഷകൻ തുലനം ചെയ്തുകൊണ്ട് പറയുക. മാത്രമല്ല, അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും ബഹിർഗമിക്കുന്ന ഒരു സ്നേഹം കൂടിയാണ്. ദൈവീകമായ സ്നേഹത്തിൽ നിന്നും ബഹിർഗമിക്കുന്ന ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ, ദൈവത്തിൽ നിന്നും പുറപ്പെടുന്ന ആ സ്നേഹത്തെ ഞാൻ സ്വീകരിച്ച് ഇടയധർമ്മം നിർവഹിച്ച് അജഗണത്തിനു വേണ്ടി നൽകുന്നവനാകുക എന്നുള്ളതാണ് എന്നെക്കുറിച്ചുള്ള ദൈവഹിതമെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, 8-ാമത്തേതും അവസാനത്തേതുമായ നല്ല ഇടയൻ്റെ സ്വഭാവ സവിശേഷതയാണ് ഇനി നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. നമ്പർ 8,
തൊഴുത്തിൽപ്പെടാത്ത ആടുകളുടെ ഇടയൻ. ഇത്രയും നേരം കൂടെ നിൽക്കുന്ന ആടുകളുടെയും അവയുടെ ഇടയനെക്കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ അവസാനമായി ഒരു നല്ല ഇടയൻ എന്ന് പറഞ്ഞാൽ തൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നവരെ മാത്രം മേയ്ക്കുന്നവനല്ല, മറിച്ച് തൻ്റെ തൊഴുത്തിൽപ്പെടാത്ത ആടുകളുടെയും ഇടയനാകണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് 16-ാമത്തെ വാക്യം. ആ വചനം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യോഹന്നാൻ 10-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്, അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ സ്വരം ശ്രവിക്കും, അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരു ഇടയനുമാകും. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട് എന്ന് യേശു കർത്താവ് തന്നെയും അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. ദൈവം ഈ ലോകത്തിലേക്ക് വന്നത് കേവലം ആർക്കെങ്കിലും ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ വേണ്ടി മാത്രമല്ല എന്നും സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സാർവത്രികമായ രക്ഷാകരമായ സന്ദേശമാണ് നൽകപ്പെടുന്നത് എന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടല്ലേ ഈശോയുടെ ജനന സമയത്ത് മാലാഖമാർ സ്വർഗത്തിൽ നിന്നും കീർത്തനം ആലപിച്ചുകൊണ്ട് പറഞ്ഞു, സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സകല ജനങ്ങൾക്കും വേണ്ടിയാണ്, ആർക്കെങ്കിലും വേണ്ടി മാത്രമായി റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് സകലർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ഈശോ എല്ലാ മനുഷ്യരുടെയും രക്ഷകനാണ്. എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. മിശിഹായുടെ ഈ സാർവത്രിക രക്ഷാകര ദൗത്യത്തിൻ്റെ സൂചനകൾ അവിടുത്തെ പരസ്യ ജീവിതത്തിൽ സുവിശേഷങ്ങൾ വ്യക്തമായി നൽകുന്നുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയും കർത്താവ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ, തനിക്ക് സ്വന്തമായുള്ളവരെ മാത്രം, സാധാരണ നമ്മൾ പറയില്ല റാൻമൂളികൾ എന്ന് വിളിക്കും, എന്ത് കേട്ടാലും അപ്പം തന്നെ തലകുലുക്കി സമ്മതിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ആരെങ്കിലുമൊക്കെ വിഘടിച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ അവരോടും സൗഹാർദ്ദത്തോടെ പെരുമാറി അവരെയും തൻ്റെ അജഗണത്തിൽ ചേർക്കുക എന്നുള്ളതാണ് ഇടയൻ എന്ന നിലയിൽ കർത്താവിൻ്റെ ദൗത്യം. ഈ ദൗത്യം പേറുന്നവരാകണം നല്ല ഇടയന്മാരായി ഈ ലോകത്തിൽ അജഗണങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന ഓരോ അജപാലകനും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണിത്. അതുകൊണ്ടാണ് മിശിഹായുടെ ഈ സാർവത്രിക രക്ഷാകര ദൗത്യത്തിൻ്റെ സൂചനകൾ അവിടുത്തെ പരസ്യ ജീവിതത്തിൽ സുവിശേഷങ്ങൾ കൃത്യമായി നൽകുന്നതായും നമ്മൾ കാണുന്നത്. നല്ല ഇടയനായി കടന്നു വരുന്ന ഈശോ വിജാതീയരുൾപ്പെടുന്ന എല്ലാ ജനതകളെയും തൻ്റെ ആട്ടിൻപറ്റത്തിലാക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. സ്വജാതിയെന്നോ വിജാതീയനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടി രക്ഷാകരമായ തൻ്റെ സന്ദേശം നൽകുന്ന യേശു കർത്താവിൻ്റെ മാതൃകയാണ് ഏതൊരു അജപാലകനും സ്വന്തമായി സ്വീകരിക്കേണ്ടത്. ഉദാഹരണത്തിന്, ഒരച്ഛൻ ഒരിടവകയിലേക്ക് വികാരിയായി നിയമിക്കപ്പെടുന്നു എന്ന് കരുതുക. തീർച്ചയായും ആ ഇടവകയിലുള്ള വിശ്വാസി സമൂഹത്തിൻ്റെ ഇടയനായിട്ടാണ് നിയമിക്കപ്പെട്ടിരിക്കുന്നത് എന്നു കരുതി ആ ജിയോഗ്രഫിക്കൽ ബൗണ്ടറിക്കകത്തുള്ള ഇടവകയുടെ അതിർത്തിക്കകത്തുള്ള ക്രൈസ്തവർ കത്തോലിക്കർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ? അവിടെയുള്ള നാനാജാതി മതസ്ഥരായ സകല മനുഷ്യർക്കും വേണ്ടി സേവനം ചെയ്യുക എന്നുള്ളതും പ്രാർത്ഥിക്കുക എന്നുള്ളതും അവർക്ക് വേണ്ടി തന്നെ സമർപ്പിക്കുക എന്നുള്ളതും സഹോദരങ്ങളെ ഒരിടയൻ്റെ ദൗത്യമാണ്. ഈ ഒരു ഇടയധർമ്മം മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് എൻ്റെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. നല്ല ഇടയനായി കടന്നു വരുന്ന ഈശോ വിജാതീയരും ഉൾപ്പെടുന്ന എല്ലാ ജനതകളെയും തൻ്റെ ആട്ടിൻപറ്റത്തോട് ഒന്നിച്ചു ചേർക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ്. ഒരിടയനും ഒരു തൊഴുത്തുമെന്ന കർത്താവിൻ്റെ വലിയ സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടി ഓരോ ഇടയന്മാരും പരിശ്രമിക്കുമ്പോഴാണ് ഇടയ ദൗത്യം പൂർത്തിയാകുന്നത് എന്ന് മനസ്സിലാക്കുക. യഹൂദരുടെ അതിർത്തികൾക്കപ്പുറം വിജാതീയരുമായി ബന്ധപ്പെട്ട് ഈശോ ചെയ്യുന്ന പ്രവൃത്തികളും പറയുന്ന വാക്കുകളും ഇത് കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെയും ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്തു നിർത്തുന്ന ഒരു ജീവിത ശൈലിയാണ് ഇടയധർമ്മത്തെ
അതിൻ്റെ പൂർണ്ണമായ സവിശേഷതയിൽ എത്തിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്ന രംഗം മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. ആ സമയത്ത് അവിടെ പറയുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കൂടെയുണ്ടായിരുന്നവർക്ക് വേണ്ടിയല്ല, മറിച്ച് കർത്താവ് ഇറങ്ങി പുറപ്പെട്ടത് വിജാതിയർക്ക് വേണ്ടിയാണ് എന്ന് കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 5 മുതൽ വാക്യങ്ങൾ. യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു, കർത്താവേ, എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഞാൻ വന്നവനെ സുഖപ്പെടുത്താം. അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോകാൻ പറയുന്നു, അവൻ പോകുന്നു. അപരനോട് വരാൻ പറയുന്നു, അവൻ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുകയെന്ന് പറയുന്നു, അവൻ ചെയ്യുന്നു. യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത്ര വലിയ വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. ഇത്ര വലിയ വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞുകൊണ്ട് ശതാധിപനോട് കർത്താവ് പറയാണ്, പൊയ്ക്കൊള്ളുക, വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം തന്നെ വിജാതീയനായിരുന്ന ആ ശതാധിപൻ്റെ ഭൃത്യൻ സുഖം പ്രാപിച്ചു എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, വിജാതീയനായി കണക്കാക്കപ്പെട്ടിരുന്ന ശതാധിപനായ മനുഷ്യൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുമ്പോൾ കർത്താവ് പറയുന്നത് ആരും വിജാതീയരല്ല എന്ന സന്ദേശമാണ്. അതോട് ചേർത്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റൊരു വചനമുണ്ട്. ദേവാലയ ശുദ്ധീകരണ സന്ദർഭത്തിൽ എൻ്റെ ഭവനം സകല മനുഷ്യർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് യേശു കർത്താവ് പറയുന്ന വാക്യം മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുവചനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. മർക്കോസ് സുവിശേഷം 11-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പഠിപ്പിച്ചുകൊണ്ട് അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നെഴുതപ്പെട്ടിട്ടില്ലേ? എന്നാൽ നിങ്ങൾ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. എൻ്റെ ഭവനം സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശു കർത്താവ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആരെയും മാറ്റി നിർത്താതെ എല്ലാവരോടും മാറോട് ചേർക്കുന്ന, സ്വന്തമായി കരുതുന്ന കർത്താവിൻ്റെ ഈ മനോഭാവമാണ് ഇടയനെ നല്ല ഇടയനാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയും എൻ്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതപ്പെട്ടിട്ടില്ലേ എന്ന ചോദ്യം വളരെ കൃത്യമായ ഉദാഹരണമാണ്. നമുക്കാരും വിജാതീയരായിട്ടില്ല, എല്ലാവരും എൻ്റെ സ്വന്തമാണ്, എല്ലാവരും എൻ്റേതാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിക്കുക. ഈശോ മരിക്കുന്നത് ഒരു ജനത്തിനു വേണ്ടി മാത്രമല്ല, ഒരു വിഭാഗത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടി കൂടിയാണ് എന്ന് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 11-ാം അധ്യായത്തിൻ്റെ 52-ാം വാക്യത്തിലാണ് അപ്രകാരം ഒരു വചനം നമ്മൾ കാണുന്നത്. യോഹന്നാൻ 11-ാം അധ്യായം 52-ാം തിരുവചനം. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിനു വേണ്ടിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വചനത്തിലൂടെ സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള കർത്താവിൻ്റെ രക്ഷാകരമായ ദൗത്യത്തെ യോഹന്നാൻ സുവിശേഷകൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയും ഒരാട്ടിൻപറ്റവും ഒരു ഇടയനും എന്നുള്ള കർത്താവിൻ്റെ വലിയ ആഗ്രഹം, ഞാനിപ്പോൾ പറഞ്ഞ വാക്യം 10-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്, അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻപറ്റവും ഒരിടയനുമായി തീരും. ഒരാട്ടിൻപറ്റവും ഒരിടയനുമാകുന്ന കർത്താവ് സ്വപ്നം കാണുന്ന ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും
നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാകണം എൻ്റെ അജപാലന ദൗത്യമെന്ന് തിരിച്ചറിയുക. ഈ ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് അവിടുന്ന് തൻ്റെ ജീവൻ സമർപ്പിച്ചത്. അതുകൊണ്ട് ഈശോ സഭയാകുന്ന തൊഴുത്തിൽപ്പെടാത്ത ആടുകളുടെയും ഇടയനാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി നൽകപ്പെട്ട സന്തോഷത്തിൻ്റെ സദ്വാർത്തയായ ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം പോലെ തന്നെ ഈ ലോകത്തിൽ ഇന്ന് സകല ജനങ്ങൾക്കും വേണ്ടി സന്തോഷം പകർന്നു നൽകുന്ന അജപാലകരാകുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വം, സഹോദരങ്ങളെ, ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ചെയ്യുമ്പോഴാണ്, ബോധപൂർവം നിർവഹിക്കുമ്പോഴാണ് ഞാനും നിങ്ങളുമൊക്കെ ഇടയനിൽ നിന്നും നല്ല ഇടയനിലേക്കുള്ള വളർച്ച പ്രാപിക്കുന്നത് എന്ന് മനസ്സിലാക്കി നല്ല ഇടയന്മാരാകാൻ പ്രതിജ്ഞ ചെയ്യാം. അത് കേവലം വൈദികർ മാത്രമല്ല, മെത്രാന്മാർ മാത്രമല്ല, സന്യസ്തർ മാത്രമല്ല, എല്ലാ വിഭാഗം മനുഷ്യരും ഇടയ ദൗത്യം നിർവഹിക്കേണ്ടവരാണ്, ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാളെ കരുതേണ്ടവരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഇടയ സമാനമായി തീരുന്നത്, കർത്താവിനെ പോലെയാകുന്നത്. ക്രിസ്തുവിനെ പോലെയാകാൻ, ക്രിസ്തുവിനെ പോലെ നല്ല ഇടയരാകാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന പ്രാർത്ഥന എല്ലാവരുടെയും മനസ്സുകളിലുണ്ടാകട്ടെ. നമ്മൾ 8 സ്വഭാവ സവിശേഷതകളാണ് നല്ല ഇടയനെക്കുറിച്ച് മനസ്സിലാക്കിയത്. തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഒരു നല്ല ആട്ടിൻപറ്റം എങ്ങനെയുള്ളവയാകണമെന്ന് നമ്മൾ മനസ്സിലാക്കും. വീണ്ടും കാണും വരെയും നിങ്ങൾക്കെല്ലാവർക്കും ദൈവനാമത്തിൽ പ്രാർത്ഥനാശംസകൾ.